കുറെ പേരുടെ സംശയമാണ് ആദ്യം കാർഡിയോ ആണോ ചെയ്യേണ്ടത് അതോ സ്ട്രെങ്തനിങ് ആണോ. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ അതേപോലെ ചെയ്യും. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ സ്ട്രെങ്തനിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്ട്രെങ്തനിങ് കഴിഞ്ഞിട്ട് കാർഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല എഫോർട്ട് എടുത്ത് സ്ട്രെങ്തനിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ കാർഡിയോ ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് അതിനുശേഷം ഉണ്ടാവും. എന്നാൽ ചെറിയ രീതിയിൽ സ്ട്രെങ്തനിങ് മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാർഡിയോയ്ക്ക് ശേഷമാണെങ്കിലും സ്ട്രെങ്തനിങ് ചെയ്താൽ മതി. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെങ്കിലും സ്ട്രെങ്തനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഹൈ ഇന്റൻസിറ്റി കാർഡിയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാർഡിയോയ്ക്ക് ശേഷം സ്ട്രെങ്തനിങ് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനിയിപ്പോ ഫസ്റ്റ് സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള സിറ്റുവേഷൻ അല്ല നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ വീക്ക്ലി ഒരു 4 തവണയെങ്കിലും സ്ട്രെങ്തനിങ് നല്ല രീതിയിൽ ചെയ്തിട്ട് 1-2 തവണ ഇടയ്ക്കിടയ്ക്കായിട്ട് കാർഡിയോ നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോ അതും പറ്റാത്തവരാണെങ്കിൽ നിങ്ങളുടെ എനർജി ഫുൾ ലോസ് ആവാത്തതുപോലെ കാർഡിയോ ചെയ്തിട്ട് അതിനുശേഷം സ്ട്രെങ്തനിങ് ചെയ്താലും കുഴപ്പമൊന്നും. പിന്നെ വേറൊരു കാര്യം, ഈ വാമപ്പ് ചെയ്യുന്നതിന്റെ ഒപ്പം ചെറിയ രീതിയിലൊരു കാർഡിയോയും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഹാർട്ട് ബീറ്റ് ഉയരുകയൊക്കെ ചെയ്യും. ഇത് നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ച് ഭയങ്കരമായിട്ട് കാർഡിയോ ചെയ്യാനല്ല, ചെറിയ രീതിയിൽ എന്തെങ്കിലും ഹൈനിയോ അല്ലെങ്കിൽ ജസ്റ്റ് ജോഗിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു കാർഡിയോ നല്ലതായിരിക്കും വർക്കൗട്ടിന്. അപ്പോൾ ഇങ്ങനൊരു സംശയമുള്ള നിങ്ങളുടെ ജിം പാർട്ട്ണറിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കാം.